നിങ്ങളുടെ ഇവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴ കേട്ടോ രാവിലെ. അപ്പോൾ ഇപ്പം ഏകദേശം സമയം ഒരു 10 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ രാവിലെ മോനെ അയച്ചിട്ട് ഇനി എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ അവൻ്റെ ഇവിടുന്ന് തിരക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, അമ്മമാർക്ക് കുറച്ച് രാവിലെ കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവർ പോയി കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ച് ഫ്രീ ആവണത് അല്ലേ. അപ്പോൾ ഇനിയാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. പല്ല് പോലും തേച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ വന്നിട്ട് അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സമയം പോലെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിനി പല്ല് തേക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. പല്ല് തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് നയാസിനിമേഡിന്റെ ഒരു സെറാണ് കേട്ടോ. അപ്പം ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് എനിക്ക് നന്നായിട്ട് കറുത്ത പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഒരു കുറച്ച് നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇവിടെ നീർന്ന് എൻ്റെ ഇളയ മോൻ്റെ കലാവിരുദ്ധകളാണ് ഇതൊക്കെ. അവന് കയ്യിൽ നഖം നല്ല വെച്ച് മാറ്റി തന്നിട്ടുണ്ട്. ഇത് ദേശത്തിന് നന്നായിട്ട് നീർന്നു. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത്രേ ഉള്ളൂ, ഈ 2 കാര്യമേ ഉള്ളൂ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ മേക്കപ്പ് റൊട്ടീൻ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പക്ഷേ സൺസ്ക്രീൻ ഞാൻ ഈ ഒരു സമയത്തൊന്നും ഉപയോഗിക്കാറില്ല. കാരണം ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ സൺസ്ക്രീൻ കൂടുതൽ ഉപയോഗിക്കാറില്ല കേട്ടോ. അതായത് ഒരുപാട് വെയിലും അങ്ങനെയൊക്കെ കാര്യം കൊള്ളുന്ന സമയത്താണ്. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെപ്പോഴും വീടിൻ്റെ അകത്തിരിക്കുന്നവർക്ക് ഒരുപാട് വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പുറത്തോട്ട് പോകുമ്പോഴേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം കേട്ടോ. ഇന്ന് അതാണ് ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്ന കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കൈ വെച്ച് കഴിക്കാം. സ്പൂണൊന്നും എടുത്തില്ല കേട്ടോ. ചിക്കൻ കുറച്ച് ഇവിടെ ഇരുന്നതാണ്. ഇതൊന്നും ഞാൻ ഇന്നും ഉപയോഗിക്കാറൊന്നുമില്ല. അതോടെ ചിക്കൻ കുറച്ച് ഇരിപ്പുള്ളത് കൊണ്ട് രാവിലെ എടുത്തു ജസ്റ്റ് ഒന്ന് വലുതായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാതെ കുറച്ചൊരു ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നൊന്നുമില്ല, വല്ലപ്പോഴേ ഉള്ളൂ. കൊള്ളാം. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയും ഇറച്ചിയും കൂടെ കോമ്പിനേഷൻ അല്ല, കഴിച്ചുകൂടെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, കഴിക്കാം. ഞാൻ കഴിക്കും. നിങ്ങളത് കഴിച്ചു കാണുമല്ലോ അല്ലേ? അല്ലെങ്കിൽ പോയി കഴിക്കും. എന്തുപോലെ എൻ്റെ ആണെങ്കിൽ ലേറ്റായിട്ട് കഴിക്കുന്ന വേറെ ആരും കാണൂലായിരിക്കും. കാരണം നമ്മളെ മക്കളെയൊക്കെ വിട്ടിട്ട് വേണ്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കാനായിട്ട്. അപ്പോൾ രാവിലെ ആ ബഹളമൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു സമയമാവും. അപ്പം ഒരുവിധപ്പെട്ട മിക്ക അമ്മമാരുടെയും സമയം ഈ ഒരു സമയമായിരിക്കും. പിന്നെ ജോലിക്കൊക്കെ പോകുന്നവർ ചിലപ്പോൾ കൊണ്ടുപോകുമായിരിക്കും ടിഫിനായിട്ട്. പക്ഷെ നമ്മൾ പിന്നെ അവരെയൊക്കെ വിട്ടിട്ട് വീട്ടിൽ വേറെ ജോലിയൊന്നുമില്ലല്ലോ. പിന്നെ ഇതൊക്കെ ടീയൊക്കെ കഴിച്ചാൽ മതി. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.